എൻ്റെ പേര് രമ്യ. ഞാൻ യു കെയിൽ നിന്ന് വരുന്നു. നാട്ടിൽ കണ്ണൂർ ജില്ലയിൽ തിരുമേനിയിലാണ്, ചെറുപുഴ തിരുമേനിയാണ്. ഇതെൻ്റെ ഹസ്ബൻഡ് ജിബിൻ, മോള് എൽന, ഒരു മോനും കൂടെ ഉണ്ട്, മൈലോ. ഞാൻ ഇതിനു മുമ്പ് ഒരു തവണ കഴിഞ്ഞ പ്രാവശ്യം അവധിക്ക് വന്നപ്പം സാക്ഷ്യം പറഞ്ഞിട്ട് പോയതാണ്. ഇതെൻ്റെ രണ്ടാം തവണയുള്ള സാക്ഷ്യമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മാർച്ച് വന്ന സമയത്ത് ഞാൻ ഉടമ്പടി എടുത്തിരുന്നു. ആ സമയത്ത് എൻ്റെ ഒന്നാമത്തെ നിയോഗമായിരുന്നു എൻ്റെ ഹസ്ബൻഡിന് യു കെ ലൈസൻസ് കിട്ടണം എന്നുള്ളത്. യു കെയിൽ ലൈസൻസ് കിട്ടുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് ഒരു വർഷത്തെ ഇന്ത്യൻ ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു വർഷം അവിടെ ഡ്രൈവ് ചെയ്യാം. ഹസ്ബൻഡ് ജൂലൈ 5, 2024 ആയപ്പോഴത്തേന് ഹസ്ബൻഡിൻ്റെ ഇന്ത്യൻ ലൈസൻസ് എക്സ്പയറി ആവുകയാണ്. അന്നേരം വണ്ടി ഓടിക്കണമെങ്കിൽ ലൈസൻസ് ഇല്ലാതെ പറ്റില്ല. അങ്ങനെ ഹസ്ബൻഡ് 3 തവണ തിയറി എക്സാം എഴുതി കിട്ടിയില്ല. ഞാൻ ഓൾറെഡി ഉടമ്പടിയിൽ എഴുതിപ്പോയ ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞു എൻ്റെ ഹസ്ബൻഡിനോട്, ഞാൻ മാത്രം പ്രാർത്ഥിച്ചപ്പോൾ ഒരു അച്ഛനിവിടെ പറയാമല്ലോ, അവരോട് തന്നെ ഉടമ്പടി എടുത്താലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്ന്. അങ്ങനെ എൻ്റെ ഹസ്ബൻഡും കൂടെ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു. ഞാൻ പേപ്പറിൽ എഴുതി ഡേറ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അതെൻ്റെ ഒരു ആദ്യത്തെ ഒരു അനുഗ്രഹമാണ്. ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു അനുഗ്രഹമാണ്. ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിട്ട് കിട്ടിയ ഒരു അനുഗ്രഹമാണ് എൻ്റെ ഹസ്ബൻഡിന് ലൈസൻസ് കിട്ടിയത്. അങ്ങനെ ഞാൻ എല്ലാ ദിവസവും ഞങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ആ മാതാവിൻ്റെ മുമ്പിലാണ് ഞാൻ ആ പേപ്പർ എഴുതി വെച്ചിരുന്നത്. എന്നും തൈലം തൊട്ട് കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഹസ്ബൻഡിനും ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു. അങ്ങനെ ഡേറ്റ് ഞങ്ങൾ 3 പ്രാവശ്യം എക്സാം എഴുതി കിട്ടിയില്ല. പിന്നെ ഡേറ്റ് നോക്കിയിട്ട് ഒന്നും കിട്ടുന്നില്ല. പിന്നെ ഓൺലൈനായിട്ട് എടുത്തതിന് ശേഷം ഡേറ്റ് നോക്കിയപ്പം മാതാവായിട്ട് ഞങ്ങൾക്കൊരു ഡേറ്റ് തന്നു. അങ്ങനെ തിയറി എക്സാം എഴുതി പാസ്സായി. അത് കഴിഞ്ഞ് പ്രാക്ടിക്കലിന് വേണ്ടി ഡേറ്റ് നോക്കിയപ്പം കിട്ടിയില്ല. വീണ്ടും ഒന്നും കൂടെ പ്രാർത്ഥിച്ചിട്ട് എടുത്തു. അന്നേരം കിട്ടി. ഒറ്റ തവണയിൽ തന്നെ പ്രാക്ടിക്കൽ എക്സാം എഴുതി. ഞാൻ മാതാവിനോട് പറഞ്ഞത് എൻ്റെ ഹസ്ബൻഡിൻ്റെ യു കെ ഇന്ത്യൻ ലൈസൻസ് എക്സ്പയറി ആകുന്നത് ജൂലൈ 5-ാം തീയതിയാണ്. ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷെ അന്ന് രാവിലെ പോസ്റ്റിൽ ഹസ്ബൻഡ് യു കെ ലൈസൻസ് അടിച്ച് വീട്ടിൽ വന്നു. അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. അതിൻ്റെ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുകയാണ്. 3 മാസമായിട്ട് ഞങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ഡേറ്റ് ഉണ്ടല്ലോ എന്ന് വെച്ചുകൊണ്ട് ഞങ്ങൾ പെൻഡിങ് വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു. 3 മാസമായിട്ട് ഞങ്ങൾ തിയറിക്ക് ഡേറ്റ് എടുത്ത് ഞങ്ങൾ ഹസ്ബൻഡ് ശ്രമിക്കുവാണ്. പക്ഷേ അതിനകത്ത് എ പാർട്ടും ബി പാർട്ടും ഉണ്ട്. അതിൽ ബി പാർട്ട് പാസ്സാവും. എ പാർട്ട് എളുപ്പമാണ്, എല്ലാ പ്രാവശ്യവും എളുപ്പമായിരുന്നു. പക്ഷേ ജയിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കും, റിസൾട്ട് വരുമ്പോൾ കിട്ടിയല്ല. പക്ഷേ പാസ്സായ ദിവസം ഭയങ്കര ടഫായിരുന്നു. ഒരിക്കലും കിട്ടില്ലെന്ന് പ്രതീക്ഷിച്ചാണ്. പക്ഷേ അന്ന് ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം ഹസ്ബൻഡ് അത് കിട്ടി. അങ്ങനെ ഞങ്ങൾക്കിപ്പം ബുദ്ധിമുട്ടില്ലാതെ യാത്ര ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതിന് മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുകയാണ്. രണ്ടാമത്തെ അനുഗ്രഹം, യു കെയിൽ ഒരു വീട് കിട്ടുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ ഒരു ഫ്ലാറ്റിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. 2 ബെഡ്റൂം ഒരു ഫ്ലാറ്റായിരുന്നു. അവിടെയൊക്കെ ഒരു വീട് കിട്ടണേ, റെൻറ്റഡായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഏജൻസി ത്രൂ ആണ് നമ്മൾ അന്വേഷിക്കുന്നത്. ഞങ്ങൾ ഒത്തിരി ഏജൻസികളിൽ കയറി ഇറങ്ങി നടന്നു, രജിസ്റ്റർ ചെയ്തു. ഞങ്ങൾ പല വീടുകൾ കണ്ടു. അപ്പം നമുക്ക് കിട്ടുന്ന സാലറി ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളൊരു വീട് വേണമായിരുന്നു. പക്ഷേ വീട് നോക്കുമ്പം സൗകര്യം പോരാ, അല്ലെങ്കിൽ റെൻറ്റിൻ്റെ പ്രശ്നം കാണും. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങൾ ഒത്തിരി അന്വേഷിച്ചു. ഞാനൊരു ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ മാതാവിനോട് ചോദിച്ചു, മാതാവേ, ഞങ്ങൾക്കൊരു റെൻറ്റഡ് ഹൗസാണ് ഞാൻ അമ്മയോട് ചോദിക്കുന്നത്, അതിന് പോലും എനിക്കൊരു യോഗ്യതയില്ല എന്ന് ഞാൻ പൊട്ടിക്കരഞ്ഞു മാതാവിനോട് ചോദിച്ചു. അന്ന് വൈകിട്ട് അമ്മ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് വഴി ഒരു ഏജൻസി ഇല്ലാതെ തന്നെ ഞങ്ങൾക്ക് ഒരു പുതിയ വീട് ഞങ്ങൾക്ക് തന്നു. ഞങ്ങൾ സാധാരണ വീടിൻ്റെ പണിയെല്ലാം തീർന്നിട്ടാണ് നമ്മൾ സാധാരണ വീട് കാണാൻ പോകുന്നത്. പക്ഷേ അതിൻ്റെ റിനുവേഷൻ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ കംപ്ലീറ്റ് അവർ എല്ലാം മാറ്റി ഒരു പുതിയൊരു വീട് പോലെ തന്നെ ഞങ്ങൾക്കൊരു നല്ലൊരു വീട്, ഞങ്ങൾക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വീട് മാതാവ് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ ഞങ്ങൾ പഴയ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് വണ്ടി ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നെ ഡ്യൂട്ടിക്ക് കൊണ്ടുപോയി വിട്ടിട്ട് എൻ്റെ ഹസ്ബൻഡ് ഒത്തിരി തവണ വട്ടം കറങ്ങി നടന്നിട്ടുണ്ട് ഒരു സ്ഥലം വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അന്നേരം അതൊക്കെ ഞാൻ മാതാവിനോട് പറഞ്ഞൊരു കാര്യമാണ്, മാതാവ് ഞങ്ങൾക്ക് ഒരു വീട് തരുവാണെങ്കിൽ വണ്ടി പാർക്ക് ചെയ്യാനുള്ളൊരു സ്ഥലവും കുഞ്ഞുങ്ങൾക്ക് ഇറങ്ങി നടക്കാനുള്ള സ്പേസും കൂടെ തരണേന്ന് പറഞ്ഞു. ഒരു പൂ ചോദിച്ചു. മാതാവും ഈശോയും ഒരു പൂന്തോട്ടമാണ് ഞങ്ങൾക്ക് നൽകിയത്. 3 ബെഡ്റൂമുള്ളൊരു വീട്, കുഞ്ഞുങ്ങൾക്ക്
കളിക്കാൻ ബാക്കിൽ സ്ഥലമുള്ളത്, വണ്ടി ഇടാനുള്ള സ്പേസ്, അങ്ങനെയുള്ള നല്ലൊരു സൗകര്യമുള്ളൊരു വീട്, ഞങ്ങളെ കൊണ്ട് മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു വീട് അമ്മയെ ഈശോയും നൽകി അനുഗ്രഹിച്ചു. അതിന് ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. രോഗസൗഖ്യം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ്, ഒരു മാസം മുമ്പ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപോലെ തന്നെ പനിയും കണ്ണിനസുഖവും വന്നു. എപ്പം ഞങ്ങൾക്ക്, എനിക്കാണേലും ഹസ്ബൻഡിനാണേലും മക്കൾക്കാണേലും, ഞങ്ങൾ ആദ്യം അസുഖം വന്നു കഴിഞ്ഞാൽ ആദ്യം ഉപയോഗിക്കുന്നത് ഉടമ്പടി തൈലമാണ്. ഉടമ്പടി തൈലം, ഉപ്പ്, തേന്, ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മെഡിസിൻ എടുക്കത്തുള്ളൂ. നമ്മുടെ ഇവിടുത്തെ നാട്ടിലെ പോലെ നമുക്കൊരു ട്രീറ്റ്മെൻറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങളിപ്പം അവിടെ GP കൊണ്ടുപോയി കാണിച്ചു കഴിഞ്ഞാൽ, ഒരു ടെമ്പറേച്ചറായിട്ട് നമ്മൾ കൊണ്ടുപോയി കാണിച്ചു കഴിഞ്ഞാൽ അവർ പറയും പാരസെറ്റമോൾ കഴിച്ചാൽ മതി, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലെന്ന്. പക്ഷേ നമ്മുടെ കണ്ടീഷൻ വളരെ വീക്കായി കഴിയുമ്പോഴായിരിക്കും അവർ സാധാരണ നമ്മളൊന്ന് ടേക്ക് കെയർ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒത്തിരി ഞങ്ങൾ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ആ സമയങ്ങളിലെല്ലാം മാതാവിനെ ഈശോയെ വിളിച്ച് ഉടമ്പടി തൈലവും ഉപ്പും തേനും ഒക്കെ കഴിച്ചാണ് ഞങ്ങൾ അതിൽ നിന്ന് മോചനം നേടിയിരുന്നത്. പല രാത്രികൾ, അത് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവത്തില്ല, പല രാത്രികളും ഞങ്ങൾ കരഞ്ഞിട്ടുണ്ട്. അമ്മയോട് കരഞ്ഞ് പ്രാർത്ഥിച്ച് ഞങ്ങൾ അതൊക്കെ ഉപയോഗിച്ചാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരുണ്യപ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് മറ്റുള്ളവരെ ആരെങ്കിലുമൊക്കെ സഹായം ചോദിക്കും. അങ്ങനെ സാമ്പത്തികമായിട്ട് സഹായം ചോദിക്കുമ്പോൾ ഞങ്ങൾ അവരെ സഹായിക്കാറുണ്ട്. അവിടെ ഉള്ളവർക്ക് കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ അവർ ചിലപ്പം എന്തെങ്കിലുമൊക്കെ കള്ള് കുടിക്കുക അങ്ങനെയൊക്കെ ആയിട്ട് ഉപയോഗിക്കും. അതുകൊണ്ട് ഞങ്ങൾ നാട്ടിൽ നിന്നൊക്കെ ആരെങ്കിലും ധനസഹായം ചോദിക്കുമ്പോൾ ഞങ്ങൾ അവർക്ക് കൊടുക്കും. ഞങ്ങൾ ലീവിന് വരുമ്പോൾ ഡ്രസ്സായിട്ടോ അങ്ങനെ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ കൊടുക്കും. ഞങ്ങളുടെ അടുത്തൊരു വൃദ്ധസദനമുണ്ട്, അവിടെയുള്ള അപ്പച്ചന്മാരെ കാണാൻ പോകും ഞങ്ങൾ. അവർക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ പത്രം, ഞാൻ UK പോകുന്നതിന് മുമ്പൊക്കെയാണ് ഞങ്ങൾ എപ്പം വരുമ്പോഴും പത്രം വാങ്ങിച്ചിട്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഞാനും മക്കളും കൂടിയാണ് പത്രം കൊടുക്കാൻ വേണ്ടി പോകാറ്. കളിയാക്കുകളൊക്കെ കേട്ടിട്ടുണ്ട്, കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടല്ല ഈ പത്രം കൊടുക്കുന്നതെന്നൊക്കെ ചോദിച്ചവരുണ്ട്. പക്ഷേ സന്തോഷത്തോടുകൂടി ഞാനും എൻ്റെ മക്കളും കൂടെ കൈക്ക് പിടിച്ച് ഓരോ വീടുകളിൽ കൊണ്ടുപോയി കൊടുക്കും. ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ മറ്റുള്ളവരോട് പറയുന്നതിന് ഒരു മടിയും ഇല്ല, എവിടെ വേണേലും പറയുന്നതിന് ഒരു മടിയില്ല. അത് വളരെ സന്തോഷമാണ്. പ്രാർത്ഥനയിൽ ഞങ്ങൾ കുടുംബമായിട്ട് ഒന്നിച്ച് ഞങ്ങൾ രണ്ടുപേരും 3 ദിവസം അങ്ങനെ ഡ്യൂട്ടി. അപ്പം ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പേ ഞങ്ങൾ മക്കളും എല്ലാവരുമായിട്ട് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ മക്കളോടാണെങ്കിലും ബൈബിളിലെ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഞങ്ങൾക്ക് എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ പറ്റാറില്ല. അപ്പം ഞായറാഴ്ച ദിവസങ്ങളിലാണ് ഞങ്ങൾ കൂടുതലും എല്ലാ ഞായറാഴ്ചകളിലും പള്ളിയിൽ പോകാറുണ്ട്. ഈശോയും മാതാവും ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ ജീവിതത്തിൽ മാതാവ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ചെറുപ്പകാലം മുതൽ എൻ്റെ പപ്പായും മമ്മിയും എപ്പോഴും എന്നോട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എന്നാ പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ ജീവിച്ചു വളർന്ന സ്ഥലത്ത് കരിവേട എന്ന് പറഞ്ഞ സ്ഥലത്താണ്, അവിടെ മാതാവിൻ്റെ പള്ളിയുണ്ട്. അപ്പം എൻ്റെ പപ്പായും മമ്മി എന്തെങ്കിലും ഒരു വിഷമത എൻ്റെ ജീവിതത്തിലുണ്ടായാൽ എപ്പോഴും ഞങ്ങൾ മക്കളോട് 3 പേരോടും പറയുന്നത്, മാതാവിനോട് പറയണം, അമ്മയോട് പറഞ്ഞ് ഈശോയോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യങ്ങൾ സാധിക്കുന്നത്. അന്നൊക്കെ ഞാനിങ്ങനെ കേട്ടു പോകും. പക്ഷേ ഉടമ്പടി എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളിങ്ങനെ ഒറ്റയ്ക്കൊക്കെ ഇരിക്കുമ്പം ചിന്തിക്കും. അവിടെയൊക്കെ നമ്മളിപ്പം നാട്ടിലാണെങ്കിൽ നമ്മുടെ ഫാമിലി ഉണ്ട്, കൂട്ടുകാരുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ നമ്മളൊരു അന്യരാജ്യത്ത് ചെന്ന് കഴിയുമ്പോൾ നമ്മളെപ്പോഴും ഒറ്റയ്ക്കേ ഉള്ളൂ. നമ്മൾ ഹസ്ബൻഡും മക്കളും ഒക്കെ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആശ്രയിക്കാൻ നമ്മുടെ കൂടെ ചേർന്നിരിക്കാൻ എപ്പോഴും ഈശോയും മാതാവും മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു ബോധ്യം ഉടമ്പടി എടുത്തതിലൂടെ എനിക്ക് ലഭിച്ചു. പിന്നെ ഞാൻ ജനിച്ചു വളർന്ന അവിടെ മാതാവുണ്ട്. എൻ്റെ ജീവിതത്തിൽ എല്ലാം കണക്റ്റഡാണ്. ഹസ്ബൻഡിൻ്റെ വീടിൻ്റെ അടുത്ത് മാതാവിൻ്റെ പള്ളിയുണ്ട്. ഇപ്പം UK ചെന്ന് കഴിഞ്ഞപ്പോഴും ഞങ്ങൾ പോകുന്ന മാതാവിൻ്റെ പള്ളിയാണ്. അതൊക്കെ ഈ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് മാതാവ് ഇങ്ങനെ കണക്ട് ചെയ്ത് തരുവാണ്. നിൻ്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും ഉണ്ട്, നിൻ്റെ കൂടെയുണ്ട്, നീ ഒന്നുകൊണ്ട് പേടിക്കേണ്ട. എന്ത് പ്രതിസന്ധി വന്നാലും പ്രയാസം വന്നു കഴിഞ്ഞാലും ആദ്യം വിളിക്കുന്ന എൻ്റെ ഈശോയെ, എൻ്റെ മാതാവേ എന്നാണ്. വേറെ ഒന്നും നമുക്ക് പറയാനോ ചോദിക്കാനോ തോന്നാറില്ല. എപ്പോഴും മാതാവും ഈശോയും കൂടെ ഉണ്ടെന്നുള്ളൊരു ബോധ്യം എപ്പോഴും ഈ ഉടമ്പടി എടുത്തതിലൂടെ ലഭിച്ചു. ഇനിയുള്ള ഞങ്ങളുടെ ജീവിതം ഈശോയുടെ മാതാവിൻ്റെ ഹിതമനുസരിച്ച് മുന്നോട്ട് പോകാണ്. നിത്യതയിലെത്തുന്നത് വരെ മുന്നോട്ട് പോകാനാണ്, ഉടമ്പടിയിൽ ജീവിക്കാനാണ് ഞാനും എൻ്റെ കുടുംബവും ആഗ്രഹിക്കുന്നത്. അമ്മയും ഈശോയും ഞങ്ങളുടെ കുടുംബത്തിൽ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി പറയുന്നു. സങ്കീർത്തനം 126 തിരുവചനം 3 അരുളി ചെയ്യുന്നു, കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, ഞങ്ങൾ സന്തോഷിക്കുന്നു. രമ്യ എബ്രഹാം ജീവിത പങ്കാളിയുമായിട്ട് കുടുംബം ഒന്നിച്ച് സാക്ഷ്യം പറയുമ്പോൾ UK തങ്ങൾ എന്തെല്ലാമാണ് തങ്ങൾക്ക് UK ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെട്ടത്.
ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാര്യം മുതൽ അതിനൊക്കെ 3 മാസമായിട്ട് ട്രൈ ചെയ്തു. എന്നാൽ വൈഫ് ഉടമ്പടി എടുത്തു. പിന്നീട് ഹസ്ബൻഡിനോടും കൂടെ പറയുന്നു, ഉടമ്പടി എടുത്ത് ഉടമ്പടി ജീവിതം നയിച്ചാൽ തീർച്ചയായും ദൈവം കൃപ വർഷിക്കുമെന്നുള്ളത് ഭാര്യ പറഞ്ഞ് ഹസ്ബൻഡും എടുക്കുന്നു. അങ്ങനെ ആ മകന് തനിക്ക് ക്ലിയർ ആകാതിരുന്ന ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് ക്ലിയർ ആകുന്നതും, അതുപോലെ വീണ്ടും തങ്ങൾക്ക് ഒരു ഭവനം റെൻറ്റിനാണ്. എങ്കിലും അവിടെയുള്ള സാഹചര്യങ്ങളൊക്കെ ഇവിടെ പലരും അനുഭവസാക്ഷ്യം പറഞ്ഞ് നമുക്കിപ്പോൾ പരിചയമുണ്ട്. അതത്ര ഈസി അല്ല ഒരു വീട് കണ്ടു കിട്ടുക, അത് ലഭിക്കുക എന്നൊക്കെയുള്ളത്. ഒരു ഏജൻറ്റ് പോലും ഇല്ലാതെ തങ്ങൾക്കൊരു ഭവനം ലഭിക്കുവാനായിട്ട് ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം തങ്ങളുടെ സാലറിയിൽ ഉൾക്കൊള്ളുന്ന രീതിയിൽ, അതും ഈ മകള് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഒരു ഭവനം ലഭിക്കുമ്പോൾ പാർക്കിങ്ങിനും അതുപോലെ കുട്ടികൾക്ക് ഒന്ന് പുറത്തിറങ്ങാനും അങ്ങനെയുള്ള കോർട്ട്യാർഡും എല്ലാമായിട്ട് തങ്ങൾക്കൊരു സ്ഥലം ലഭിക്കുന്നു, ഭവനം ലഭിക്കുന്നു. അമ്മയാണ് ഏജൻ്റായിട്ട് നിൽക്കുക. അങ്ങനെ ഒരു ഫ്രണ്ട് വഴി തങ്ങൾക്ക് ലഭിക്കുന്ന ഭവനത്തെ പ്രതി നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ രോഗസൗഖ്യ അനുഭവങ്ങൾ അതെല്ലാം തങ്ങൾക്ക് അവിടെ ഒരു ഹോസ്പിറ്റലൈസേഷൻ അതൊത്തിരിയേറെ റിസ്ക്കാണ് അവിടെ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇന്ന് മെഡിസിനൊന്നുമല്ല, പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷമുള്ള നേർച്ച വസ്തുക്കളാണ് തങ്ങൾക്ക് സൗഖ്യദായകമായ ഔഷധമായിട്ട് ആർക്കും തങ്ങളുടെ കുടുംബത്തിൽ തങ്ങൾക്കും മക്കൾക്കുമൊക്കെ അതാണ് ഇന്ന് സൗഖ്യം നൽകിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ തനിക്കും തൻ്റെ ജീവിതത്തിൽ തനിക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒരു ബന്ധമുണ്ടെന്നാണ് ഈ മകൾ പറയുക. എവിടെ പോയാലും അമ്മയുടെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിലേക്ക് തങ്ങൾ എത്തപ്പെടുന്നു. അതുപോലെ ഇന്ന് തൻ്റെ ജീവിതത്തിൽ താനൊന്ന് ചിന്തിക്കുമ്പോൾ തനിക്ക് ലഭിച്ചിരിക്കുന്ന കൃപകളൊക്കെ അമ്മ വഴി ഈശോ നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളായിട്ട് ഇന്ന് തനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കാരുണ്യ പ്രവർത്തനങ്ങൾ, പ്രേക്ഷിത പ്രവർത്തനം, അതുപോലെ വ്യക്തി ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ, സ്വഭാവ രീതികളിൽ, ഇതിനൊക്കെ ഉടമ്പടി എങ്ങനെ നിമിത്തമായി എന്നുള്ളതാണ് ഈ മക്കളിവിടെ പങ്കുവയ്ക്കുക. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, ഞങ്ങൾ സന്തോഷിക്കുന്നു. എന്തിനും ഏതിനും പുറകെ നമ്മോടൊത്ത് ചേർന്ന് നടക്കുന്ന ഒരു വ്യക്തി. അതുകൊണ്ട് തന്നെയാണ് നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിൻ്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. യെശയ്യാ 30:21 മുതലുള്ള തിരുവചനങ്ങളാണിത്. ഇതൊക്കെ ഇന്ന് വ്യക്തികൾക്ക് അനുഭവവേദ്യമാവുകയാണ്. അവരോട് കൂടെ സഞ്ചരിക്കുന്ന ദൈവ സാന്നിധ്യം, സഞ്ചാരി മാതാവെന്നാണ് ജനങ്ങൾ അമ്മയെ പറയുക. അമ്മ അങ്ങനെ ഓടി നടക്കുന്നത് കൊണ്ട് തന്നെയാണ് അങ്ങനെ UK-യിലുള്ളവർക്കും നാട്ടിലിരിക്കുന്നവർക്കും ഒരേ സമയത്ത് ഒരേപോലെ കാര്യങ്ങൾ ചെയ്തു തരുന്ന പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തെ നമുക്ക് നന്ദിയോടെ ഓർക്കാം. കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.